നമ്മൾ മലയാളീസ് ഉണ്ടാക്കാത്ത പച്ചടി ഉണ്ടോ, കഴിക്കാത്ത ഐറ്റംസ് ഉണ്ടോ അല്ലേ? പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വ്യത്യസ്തമായി ഇതാ നമുക്ക് ചക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം. നല്ല പഴുത്ത ചക്കയാണ്, ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് നല്ല പഴുത്ത ചക്ക എടുക്കുക. നല്ല മധുരമുള്ള ചക്കയാണ് വേണ്ടത്. ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ഒരു ഗുണമെന്നറിയോ? നമ്മുടെ പൈനാപ്പിൾ പച്ചടിയില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തോന്നും. പക്ഷേ പൈനാപ്പിളിന് പൈനാപ്പിളിൻ്റേതായിട്ടൊരു ഫ്ലേവർ ഉണ്ടാകും, ചക്കയ്ക്ക് ചക്കയുടേതായിട്ട്. പക്ഷേ ഒരു മധുര പച്ചടിയാണിത്. നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ചക്ക ആയതുകൊണ്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക നമുക്കൊരു സന്തോഷം കൂടെയാണ് ഈ ചക്ക ആയതുകൊണ്ട്. ബാക്കിയുള്ളത് പോലെ അല്ലല്ലോ, ചക്കയോട് ഒരു പ്രത്യേക ഇഷ്ടമല്ലേ. പിന്നെ ചക്ക ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു കഷ്ണം കറിവേപ്പില, അത് വെറുതെ ഭംഗിക്ക് വെച്ചാട്ടോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് അവിടെ വേകാനായിട്ട് വെക്കാം. പച്ചമുളക്, കടുക്, തേങ്ങ, കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ചക്ക വെന്തതിന് ശേഷമാണ് ബാക്കി കലാപരിപാടി. അപ്പോൾ ചക്ക വെന്തോന്ന് നോക്കാം. ചക്ക ഇവിടെ നല്ല രസമായിട്ട് കിടന്ന് വേകുന്നുണ്ട്. അപ്പോൾ ഉള്ളിലൊരു കറിവേപ്പില ഇട്ട് കൊടുത്ത് എന്താണെന്നറിയോ, ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ ചക്കയിൽ വന്നാലും നമുക്കിഷ്ടമാണ്, ചക്കയുടെ ഫ്ലേവർ കറിവേപ്പിലയിൽ വന്നാലും ഇഷ്ടമാണ്. വെറുതെ രസത്തിനിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി വെന്ത് കഴിയുമ്പോൾ സ്പൂൺ കൊണ്ടൊന്നും പതിയെ ഉടച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ക്രീമി ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. വെള്ളം ഫുള്ളായി വറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി ചെയ്യുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. മധുര പച്ചടിയാണല്ലോ, അപ്പോൾ അത് കാരണം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ അതേപോലെ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി ആ പഞ്ചസാരയും കൂടി ചേർന്നപ്പോണ്ടല്ലോ കുറച്ചുകൂടെ ഒരു നല്ലൊരു മയം വന്ന പോലെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് തേങ്ങ, കടുക്, പച്ചമുളകും അരച്ച ആ ഒരു മിക്സില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കാര്യം തേങ്ങയൊന്നും ചൂടാവേണ്ട ആവശ്യമില്ല, പച്ചടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് തന്നെ വേണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തൈരിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഇത്രയും ചേർത്തതിന് ശേഷം അടുത്തതായിട്ട് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ട തൈര് ചേർക്കുകയാണ് നല്ലത്. എന്നിട്ട് ഇത് വീണ്ടും നന്നായി ഇളക്കുക. അതിനിടയ്ക്കായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ, ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആ ചക്കയുടെ ഫ്ലേവറും ആ ഒരു ചെറിയ മധുരവും ഈ പച്ചമുളകിൻ്റെ ചെറിയ എരിവും അതുപോലെ തന്നെ തൈരിൻ്റെ ഫ്ലേവറും എല്ലാം ഒപ്പമാവണം. ഇതൊന്ന് കറക്റ്റ് പാകത്തിനാകുന്നത് വരെ ഇതിങ്ങനെ കുറച്ച് നേരം കേട്ടോ, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്ക പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചക്ക ആയതുകൊണ്ട് തന്നെ ഈ പച്ചടിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് ചോറൊക്കെ വിളമ്പി വരാനൊന്നും നിൽക്കില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പച്ചമുളക് ഒരുപാട് ചേർത്തിട്ടില്ല. പച്ചമുളകിന് കുറച്ച് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പക്ഷേ എരിവ് ഫീൽ ചെയ്യും കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്, ചക്ക പച്ചടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചക്ക എന്തായാലും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ചക്ക പച്ചടി.